ഞങ്ങൾ തിരുവനന്തപുരം പൂജപ്പുരയിൽ 3 മാസം കഴിഞ്ഞപ്പോൾ പോയതാണ്. അവിടെ തൊട്ടുള്ള ചികിത്സയാണ്, സംസാരിക്കില്ല, കിടപ്പ് തന്നെയാണ്. 4 വർഷം അവിടെ ചികിത്സിച്ചു. ആ ഡോക്ടർ അവിടെ നിന്ന് കണ്ണൂർക്ക് പോയി. പൊന്നൂട്ടിന് ഇങ്ങനെയും നടക്കണം. അപ്പോൾ അവൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, അവൻ്റെ പെങ്ങള് ഇവിടെ നിന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച പെങ്ങള് അവളുണ്ടെങ്കിൽ അവൻ്റെ രോഗം മാറും. അങ്ങനെ ഇവിടെ ഒരു കുട്ടി സുഖമില്ലാതെ വന്നു, നടന്നു. ഇവൻ്റെ അച്ഛൻ്റെ അമ്പലത്തിന് മേൽശാന്തിയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു, അമ്പലത്തിൽ വഴിപാട് ചെയ്യാൻ വന്നപ്പോൾ ഈ കുട്ടി കാല് വെച്ച് നടന്നു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്തതാണ്, ഞങ്ങൾക്ക് ശരിക്കും മാറിക്കിട്ടി, ഇനി കുറച്ചുകൂടി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ തന്നെ അന്വേഷിച്ചു. മോൻ ഇവിടെ വന്ന് നേരിട്ട് കണ്ടു, ഇവിടുത്തെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങളിപ്പോൾ 6ാമത്തെ പ്രാവശ്യമാണ്. ഈ 6 പ്രാവശ്യം എന്നെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരോട്ടനെ പോയി ഇപ്പം ഇങ്ങനെ തുപ്പലിങ്ങനെ വന്നു ഇരിക്കുമ്പം അവൻ ചൂണ്ടി കാണിക്കും, ഇங்கே ആകെ മിണ്ടുന്നതാണ് ഇങ്ങേന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് കാണിക്കും. പിന്നെ കാലിങ്ങനെ വലിച്ചു വെച്ച് കാല് കുത്തി നിൽക്കുന്ന ഒരവസ്ഥ അതുവരെ ഉണ്ടായി ഞങ്ങളുടെ ബുദ്ധിമുട്ടിന്. അപ്പം നടക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല. ഇത്രയും പേര്, അതായത് ഒത്തിരി വിഷമങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ വരുന്നത്. എങ്കിൽ പോലും ഇത്രയും കുട്ടികളെ കണ്ടില്ലാന്ന് വയ്ക്കാൻ ഡോക്ടർ ഒരു കാരണവശാലും പറ്റത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി, അതായത് ഡോക്ടറോട് എവിടെ വേണമെങ്കിലും വരാൻ ഞങ്ങൾ തയ്യാറാണ്. അത് മീഡിയ വഴിയോ സംസാരിക്കാനും ഇവിടെ വരുന്ന കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കോട്ടയം ജില്ലയാണ്, എനിക്ക് പറയാനുള്ളത് ഇത് തുടർന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും കുട്ടികളെ നാളത്തെ തന്നെ ഇവിടെ നിന്ന് വിട്ടതിന് ശേഷം കാരണം എന്ത് വേണമെങ്കിലും തീരുമാനിക്കും. അങ്ങനെ മാത്രമേ പിന്മാറാവുന്ന നിലയിൽ ധൈര്യക്കുറവ് ഉള്ളതുപോലെ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ട ഡോക്ടറാണ്. ധൈര്യം ഇല്ലാത്ത പുറകോട്ട് പോകുന്നത് നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യണം. ഈ കുട്ടികളുടെ മുഖത്ത് വന്നാൽ, നമ്മുടെ മനസ്സിൽ വന്നാൽ സാറിന് ഒരു കാരണവശാലും മുൻപ് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു അപേക്ഷയോട് ഇത്രയും രക്ഷാകർത്താക്കൾക്ക് വേണ്ടി എവിടെ നിന്നൊക്കെയോ വരുന്ന ജനങ്ങളാണ്, കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ വരുന്ന ഇവിടെ ഒരു പ്രതീക്ഷ നടത്തി കൊണ്ടുപോകണം, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വരുന്നവരാണ്. അതുകൊണ്ട് ഈ ഓണത്തിനോടനുബന്ധിച്ച് സാറ് നടത്തിയ ഒരു വേദന, ശരിക്കും ഞങ്ങൾക്കൊരു വേദന, എനിക്ക് നമ്മൾ നടത്തിക്കൊണ്ടുപോകാൻ വരുന്നതാണ്. ഞങ്ങളുടെ പൊന്നോട്ടിന് എന്തായാലും സാർ നിർത്തിയാലും ഇല്ലെങ്കിൽ എവിടെയാണ് ചികിത്സ ചെയ്യുന്നത് അവിടെ ഞങ്ങൾ പൊന്നോട്ടിനായിട്ട് വരും, ഞങ്ങൾക്ക് നടത്തണവനെ. ആ ഒരു പ്രതീക്ഷയിൽ മാത്രം വരുന്നതാണ്. ഇവിടെ വലിയ വരുമാനത്തിൽ ജീവിക്കുന്നവരൊന്നും അല്ല, പക്ഷെ അവൻ നടക്കണം, അതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പിന്നെ മോള് ഭരതനാട്യം പഠിച്ചതാണ്. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ. മോള് സ്കൂളിൽ ഭരതനാട്യം പഠിക്കുന്നു, വീട്ടിൽ നിന്ന് അവൻ്റെ മുൻപിലാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടി ഇപ്പം ഇവിടെ നിന്നപ്പോഴും അവളുടെ ശ്രദ്ധ അവനില്ലായിരുന്നു. അവൻ കരയുന്നു, നീങ്ങിക്കരയുന്നു, നമ്മൾ മുൻപിൽ ചൂണ്ടിക്കാണിക്കുക. അവളുടെ ആ ഒരു ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കാനൊന്നും അവൻ കഴിക്കില്ല. പക്ഷെ അവള് ഭയങ്കര കെയറിങ്ങാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയണം, സാർ പിന്മാറരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. ഏത് ചാനലിൽ വേണമെങ്കിൽ ഞങ്ങൾ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു വിഷമം തോന്നി. കാരണം 1-2 പേരൊക്കെയാണ് ഇവിടെ ചികിത്സ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിലും അതേമാതിരി സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഡോക്ടറെ മനഃപൂർവ്വം ഇതാക്കുന്നു. പക്ഷേ ഇതിൽ തളരരുത്. ഇപ്പം മാഡം പറഞ്ഞ മാതിരി ഇത്രയും അമ്മമാർ മാത്രമല്ല, അച്ഛന്മാരും മാത്രമല്ല, ഒരുപാട് പേര് വേറെ ഉണ്ട് ഡോക്ടറെ തുണയായിട്ട് നിൽക്കുന്നത്. കാരണം അവരുടെയൊക്കെ ആകെ ഒരു പ്രതീക്ഷയാണ് ഡോക്ടർ, അവസാനം ചൂണ്ടിക്കാണിക്കുന്ന പ്രതീക്ഷയാണ്. അപ്പോൾ ഡോക്ടർ ഇനി അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം 1-2 ഇനി 100 ആണെങ്കിൽ 10 ആൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങും. കാരണം ഒരാളുടെ വളർച്ചയാണ് എല്ലാവരുടെയും ദോഷങ്ങളായിട്ട് മാറുന്നത്. ആ വളർച്ചയിൽ കലാരംഗത്ത് ഞാൻ മദ്യപാനില്ലാത്തൊരു കലാകാരനാണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തൊരു കലാകാരനാണ്. എൻ്റെ ഇപ്പോഴത്തെ നിലയും വിലയും എൻ്റെ ജീവിതശൈലിയും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 വർഷം 30 വർഷം എത്തിയവർ ചിലപ്പോൾ ഞെട്ടനുണ്ടാവും. കാരണം നമ്മൾ മദ്യം കഴിച്ച് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കഴിച്ചുകൊണ്ട് ഒരു കലാകാരൻ രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ വീടും എൻ്റെ സെറ്റപ്പും കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ ഇവിടെ കാണിക്കുന്ന ഈ നന്മയ്ക്ക് ഇപ്പം ഈ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും വലിയ പ്രതിഫലമായ വാക്കുകൾ. അതായത് ഇത്രയും കുട്ടികളുടെ അമ്മമാരുടെ പ്രാർത്ഥന, അച്ഛന്മാരുടെ പ്രാർത്ഥനയാണ് ഡോക്ടറുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം. എന്ന് രാവിലെ എഴുന്നേറ്റ് വളരെ മനോഹരമായിട്ട് ഇവിടെ വരാൻ സാധിക്കട്ടെ, കുട്ടികളെ വളരെ ഭംഗിയായിട്ട് നോക്കാൻ സാധിക്കട്ടെ. ഡോക്ടറുടെ കൂടെ ഇവർ ഉള്ള പോലെ തന്നെ
ചങ്കും കരളുമായിട്ട് ഉള്ളിൽ ചാലക്കുടി എന്ന് പറഞ്ഞ വ്യക്തി കലാകാരനും ഉണ്ടാവും. കാരണം എന്തൊരു ആവശ്യമെങ്കിലും വിളിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടറോട് എന്തൊരു ആവശ്യമെങ്കിലും അതേമാതിരി തന്നെ ഇവിടുത്തെ ജോലിക്കാരെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടറുടെ തുണകളാണ് ഇവർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം രാവിലെ പകലില്ലാണ്ട് ഇവരും ഒപ്പം തന്നെയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പാരൻസ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല, അവർ ഒരുപാട് ദുഃഖിതരാണ്. അപ്പം അതുകൊണ്ട് 3-4 പേരൊക്കെ ഡോക്ടർക്കെതിരെ സംസാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പിന്തുണയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? ഡോക്ടർക്ക് എന്നും ഈ ആയിരക്കണക്കിനുള്ള ആൾക്കാരുടെ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഇവരെ ഭംഗിയായിട്ട് നോക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ച് വേദനിപ്പിക്കരുത്. വേദനകൾ തിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടർ ഇനി ഞാനിത് തുടരണ്ടേ എന്നുള്ള ചിന്താഗതിയൊക്കെ പറയാം എന്ന് പറയുന്നത് വലിയ വാക്കാണത്. ചെറിയ വാക്കല്ല, വലിയ വാക്കാണ്. അപ്പം അതുകൊണ്ട് എന്നും ഇവരുടെ ഒപ്പം തന്നെ കൂടെ ഞാനുണ്ടാവും എന്നൊരൊറ്റ വാക്ക് പറയാണ്. കാരണം ഡോക്ടറും കുടുംബത്തിനും ഒരു കയ്യടിയാണ് കൊടുത്തത്. സന്തോഷത്തിന് ഡോക്ടറെ മനസ്സിലെ മേഡം പറഞ്ഞ മാതിരി ഡോക്ടർ പറയുമ്പോൾ ധൈര്യക്കുറവ് ഇവർക്ക് പേടി വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്കിന് വേണ്ട. നമ്മൾ ഇവർക്ക് വേണ്ടി തന്നെയാണ് ഡോക്ടർ ജീവിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് ഞാൻ പരിപാടിക്ക് ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ചെന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ആൾ പറഞ്ഞത് ഡോക്ടറോട് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അവിടെ ആളുടെ കുട്ടീനെ നോക്കാനായിട്ട് അവിടെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ തുടങ്ങാന്ന് പറഞ്ഞത്. ആ ഒരു വലിയ സൗകര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കുട്ടികളെ എന്നിട്ട് എറിഞ്ഞ് പോകില്ല. അത് അങ്ങനെയാണെങ്കിൽ ആ സുഖമാണ് ആഗ്രഹിക്കണമെങ്കിൽ, സൗഭാഗ്യങ്ങളാണ് ആഗ്രഹിക്കണമെങ്കിൽ ഡോക്ടർ എന്തായാലും അത് ഉപയോഗിക്കണം. അപ്പൊ അതല്ല ആഗ്രഹം, സാമ്പത്തിക ലെവലല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൗകര്യം ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏത് രീതിയിലുള്ള ആത്മീയതയിൽ പോയി നമ്മൾ ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാവരും മനസ്സ് നിറയട്ടെ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആവണം. താങ്ക് യു.